ഓക്കെ. ഇത് രണ്ടും കൂടി അച്ഛൻ ഇതിൽ ആഡ് ചെയ്യണേ. ആഡ് ചെയ്തതിന് ശേഷം ഓക്കെ. അപ്പോൾ ഓക്കെ, അച്ഛൻ ഇവിടെ 2 സാധനം വെച്ച് കാത്തിരിക്കുന്നുണ്ട് നമ്മളെ. എന്തൊക്കെയാണെന്ന് ചോദിച്ചു നോക്കാം. ഹായ് ഡാഡ്. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ശരി. അപ്പം വേറൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇന്നായി. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നവർക്കും ഒരുപാട് താങ്ക്സ്, അഡ്വാൻസ് താങ്ക്സ്. അതെ, ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും താങ്ക്സ്. അതെ. ഓക്കെ, അപ്പോൾ പറയൂ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇന്നൊരു ഉണ്ടാക്കാട്ടെ, കീടനാശിനി ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഒന്നുമില്ല, വളരെ സിമ്പിൾ മെത്തേഡിൽ ഉണ്ടാക്കുകയാണ്. ഇത് നമുക്ക് ഈ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ നീം, അതായത് ആര്യവേപ്പ് അല്ലേ? എല്ലാവർക്കും അറിയായിരിക്കും. നീം എല്ലായിടത്തും കിട്ടുന്നതാണ്, സുലഭമായിട്ട് കിട്ടുന്നതാണ്. സുലഭം അല്ലെങ്കിൽ ശരി, ഒരു വീട്ടിലല്ലെങ്കിൽ വേറെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും കേട്ടോ. റോഡ് സൈഡിലേക്ക് ഉണ്ടാവും. ഇപ്പൊ അച്ഛൻ ആക്ച്വലി ഇവിടെ ഉള്ളതല്ല, അച്ഛൻ പുറത്തു പോയി പറിച്ചു കൊണ്ടുപോകണം. ശരി. അപ്പോൾ അതൊന്ന് നെക്സ്റ്റ് വൺ. ഇത് വന്നിട്ട് ടെർമറിക് പൗഡർ, നല്ലൊരു കുഞ്ഞി ബൗളാണല്ലോ. കുഞ്ഞി ബൗള്. അത് നമ്മുടെ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1 ടീസ്പൂൺ അല്ലേ? ഇത് ഒരു 10 പട്ട ഉണ്ടാവും. 10 പട്ട ഇല്ലോ, 2, 4, 6, 8 പട്ട കേട്ടോ. അപ്പോൾ അച്ഛൻ ഇതിന് എന്താ ചെയ്യുന്നത്? ഇനീഷ്യലി ഇവനെ നന്നായി ബോയിൽ ചെയ്യും വെള്ളത്തിൽ. ഒരു 2 കപ്പ് വെള്ളത്തിൽ ഇവനിട്ടിട്ട് നന്നായി ബോയിൽ ചെയ്തതിനു ശേഷം തണുത്ത് ആറിയതിന് ശേഷം ഈ ടെർമറിക് പൗഡറും കൂടി അതിൽ നമ്മൾ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് നന്നായി തണുത്തതിന് ശേഷം ഇവനെ അത്യാവശ്യം ഡൈല്യൂട്ട് ചെയ്യണം 1:3. ഇതിപ്പോൾ നമ്മൾ ഈ ഡിക്വേഷൻ നമുക്ക് 1 കപ്പ് ഉണ്ട് വെച്ചാൽ ഒരു 2 കപ്പ് 3 കപ്പ് വെള്ളം ചേർക്കും. മോസ്റ്റ് ഓഫ് ദ പെസ്റ്റിസൈഡ്സിന് നമുക്ക് 1:3. ഇതുകൊണ്ട് വെച്ചാൽ ഒരുപാട് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരം കീടങ്ങളെയും ഇത് അകറ്റി നിർത്തും. പിന്നെ ആന്റി ഫംഗൽ കൂടിയാണ്. ഈ ഫംഗസ് വരുന്നതിന് ഇത് നല്ല രീതിയിൽ പ്രതിരോധിക്കും. അത് ശരി കേട്ടോ. ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ. ഏത് കീടങ്ങൾക്കും അടിക്കാം. ഏത് കീടങ്ങൾ? ചിലത് നമുക്ക് ചെറിയ ചെടിക്ക് അടിക്കാൻ പറ്റില്ല എന്ന് അച്ഛൻ പറയാറുണ്ടല്ലോ. ഇത് ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ട്, വളരെ അടിക്കുന്നത്. ഇത് വെജിറ്റബിൾസ് അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിനും അടിക്കാം കേട്ടോ. അത് ശരി. അപ്പൊ ഈ ചെറിയ വേണ്ടാതെ ഇൻസെക്ട്സ് ഒക്കെ വരുന്നുണ്ട്, പുഴു ശല്യങ്ങള്, കീടങ്ങള്, അതിനൊക്കെ വളരെയധികം ഇത് പ്രതിരോധിക്കും. ഓക്കെ. അപ്പൊ അച്ഛൻ ഇതിനെ കൊണ്ടുപോയിട്ട് ഇതിനെ തിളപ്പിക്കാൻ പോവാണ്. ഇതിന്റെ ആറിയതിനു ശേഷമേ ഇവനെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. വീഡിയോ മുഴുവൻ കാണുന്നത് നന്നായിരിക്കും. ഓക്കെ. അപ്പം വേപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അത് തിളയ്ക്കണം. തിളച്ചിട്ട് നമ്മളിത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാനുള്ള പ്ലാനാണ്. നമുക്ക് ആറിയതിനു ശേഷം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഓക്കെ. 1 കപ്പ് ഈ ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ 3 കപ്പ് വെള്ളം. ഓക്കെ. കപ്പ് വെള്ളം ഓൾറെഡി അതിൽ നിറച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്പ്രേ ബോട്ടിൽ. ഈ കാണുന്ന തക്കാളി മുഴുവൻ ഇവിടുത്തെ പ്രൊഡക്ട്സ് ആണ്, ഇവിടെ ഉണ്ടായതാണ്. എല്ലാം കുഞ്ഞിതാണ് അല്ലേ? നമ്മൾ നോർമൽ തക്കാളി വലുതാവുന്നതിന് മുമ്പ് പഴുത്തു പോകണം. അപ്പം ഞങ്ങളിതെല്ലാം പറിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചൂട് കാരണം അമ്പോ പോയി എന്തൊരു ചൂടാ. ഇവിടെ തിളയ്ക്കുന്നുണ്ടല്ലേ ആള്. ഓക്കെ. ആര്യവേപ്പിന്റെ ജ്യൂസ് ആണ്. ഓക്കെ. നമ്മൾ തിളപ്പിച്ചിട്ടുള്ള ആര്യവേപ്പിന്റെ ജ്യൂസ്. തിളപ്പിച്ചാറിയില്ലേ? ഇത് 1 കപ്പ് ഒരു ടീസ്പൂൺ എന്താണ് നമ്മുടെ മഞ്ഞൾപ്പൊടി. ഓക്കെ. ഇത് രണ്ടും കൂടി അച്ഛൻ ഇതിൽ ആഡ് ചെയ്യണേ. ആഡ് ചെയ്തതിന് ശേഷം ഓക്കെ. ഓക്കെ. അപ്പം അത് മിക്സ് ചെയ്യുന്നുണ്ട് അച്ഛൻ. ഓക്കെ. പോയി ചൂടൊന്നുമില്ല. അപ്പോൾ ഓൾമോസ്റ്റ് അച്ഛൻ ഇതിൽ ഓൾറെഡി 3 കപ്പ് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ അതിലേക്ക് ഈ 1 കപ്പ് ഇപ്പം നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഇത് നമ്മുടെ എക്സ്ട്രാക്റ്റ് ഇതിൽ ഒഴിക്കുന്നു കേട്ടോ. അപ്പോൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത് സ്പ്രേ ചെയ്യുന്നതും കൂടി ഞങ്ങൾ കാണിച്ചു തരാം. ചൂടോടുകൂടി സ്പ്രേ ചെയ്യരുത്, തണുത്ത് കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്യും. ഈ മഞ്ഞൾപ്പൊടി ഇടാവും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് സ്പ്രേ ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഉപകാരങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് ഫംഗസ് ഒക്കെ പോവും, ഒരുപാട് എല്ലാ തരം ഇൻസെക്ട്സിനും പുഴുക്കളെ എല്ലാറ്റും ഇത് അകറ്റി നിർത്തും. ഓക്കെ കേട്ടോ. ഇത് ടൈമിലി വൺസ് ഇൻ എ വീക്ക് നമ്മൾ സ്പ്രേ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു 4 പ്രാവശ്യം 4 ആഴ്ച സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കീടങ്ങളും
ആ വഴിക്ക് ഒറ്റ വരില്ല. വട്ടം ഉണ്ടാക്കിയാൽ മതി, ഒരു മാസം യൂസ് ചെയ്യാനുള്ള സാധനം കിട്ടും. ഉണ്ടാവും, അതാണ്. ഒരു 10 ഇല 10 പട്ട അരിവേപ്പ് മതി. അതെ 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 കേട്ടോ, ഞാൻ അടിച്ചു തരാം കേട്ടോ. ഓക്കെ. മഴ പെയ്യാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. പയറിനെ കുറച്ച് അടിക്കണം, കയ്പയ്ക്ക് അടിക്കണം. പയറിന് അച്ഛൻ നോക്കിയപ്പോൾ കുറേ ഇതുണ്ട്. ഓക്കെ. ഇവിടെ ഉണ്ടായ ഒരു പയറ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അച്ഛൻ ഒന്ന് കാണിച്ചു കൊടുക്കും. എൻ്റെ അമ്മ, ഇത് അച്ഛൻ്റെ വലിപ്പുണ്ടല്ലോ, നല്ല വണ്ണം ഉണ്ടേ. ലോങ് ബീൻ അല്ലേ? ഞാൻ ഇവിടെ ഉണ്ടായ ഒരു പയറാണ് തൂങ്ങിക്കിടക്കണേ. പിന്നെയുണ്ട് ഒരുപാട് സാധനം, നല്ല മണം ഇവിടെയൊക്കെ. അതല്ലേ? ഓക്കെ ഗൈസ്, അങ്ങനെയാണ് കാര്യങ്ങൾ. അച്ഛാ ഒരു ബൈ ബൈ പറഞ്ഞോളൂ. ബായ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്, എന്താ പറയുക, ഈ സാധനം നിങ്ങളും ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, ബൈ ബൈ.